ചാപ്റ്റർ 4 ഇന്നർ പ്രൊഡക്റ്റ് സ്പേസസ്. ഓക്കെ, ഇവിടെ ഇന്നർ പ്രൊഡക്റ്റ് സ്പേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി വെക്റ്റർ സ്പേസസ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ആ വെക്റ്റർ സ്പേസിനകത്ത് നമ്മൾ എന്താ ചെയ്യുക, രണ്ട് വെക്റ്റേഴ്സ് തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. രണ്ട് വെക്റ്റേഴ്സ്, ഒരു വെക്റ്ററിൻ്റെ സ്കാലാർ മൾട്ടിപ്പിൾ എടുക്കാം അല്ലേ. ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റാത്ത പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എക്സ് വെക്റ്ററും ഉണ്ട് വൈ വെക്റ്ററും ഉണ്ട്. ഇവർ തമ്മിലുള്ള ആംഗിൾ എത്രയാണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. ഓക്കെ, അതായത് രണ്ട് വെക്റ്റേഴ്സിൻ്റെ ആംഗിളിനെ കുറിച്ച് പറയാൻ ഇവിടെ ഈ വെക്റ്റർ സ്പേസിനകത്തുള്ള കണ്ടീഷൻസോ വെക്റ്റർ സ്പേസിനകത്തുള്ള ആക്സിയംസോ പോരാതെ വരുന്നു. അപ്പോൾ നമ്മൾ ആ വെക്റ്റർ സ്പേസിനെ ഒന്നുകൂടി കുറച്ചുകൂടി പ്രോപ്പർട്ടീസ് കൂടി ഇട്ട് പുതിയൊരു സ്പേസ് ആക്കി മാറ്റുന്നതാണ് സത്യത്തിൽ ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് എന്ന് പറയുന്നത്. ആ ഇന്നർ പ്രൊഡക്റ്റ് സ്പേസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് വെക്റ്റേഴ്സ് തന്നാൽ ആ രണ്ട് വെക്റ്റേഴ്സ് തമ്മിലുള്ള ആംഗിളിനെ കുറിച്ച് കൂടി സംസാരിക്കാൻ അവിടെ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നോക്കാം എന്താണ് ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ബീങ് നമുക്കറിയാവുന്നൊരു ഡോട്ട് ഇന്നർ പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു. എന്ത് നമ്മളിപ്പോൾ അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല, പക്ഷേ ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ഇന്നർ പ്രൊഡക്റ്റ് സ്പേസിന് ഇന്നർ പ്രൊഡക്റ്റിന് ഒരു എക്സാമ്പിളാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ പ്രത്യേകത എന്താ, ഒരു എ വെക്ടർ ഉണ്ട്, ബി വെക്ടർ ഉണ്ടെങ്കിൽ എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, എ ബി കോസ് തീറ്റ ആയിരുന്നു അല്ലേ. ദാറ്റ് ഈസ് കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ വരും, നമുക്ക് എ ബി ഡിവൈഡഡ് ബൈ എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ എ ബി ചെയ്താൽ കോസ് തീറ്റ കിട്ടും. എന്ന് വെച്ചാൽ എ വെക്ടറും ബി വെക്ടറും തമ്മിലുള്ള ആംഗിളിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ ഇന്നർ പ്രൊഡക്റ്റ് സ്പേസിൻ്റെ ഡെഫിനിഷൻ നമുക്ക് എന്താണെന്ന് പറയാം. ഇന്നർ പ്രൊഡക്റ്റ് ആണെന്ന് വേണമെങ്കിൽ ഇന്നർ പ്രൊഡക്റ്റ് നമ്മൾ നേരത്തെ വെക്റ്റർ സ്പേസ് ഡിഫൈൻ ചെയ്യുന്ന പോലെ കുറേ കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന സ്പേസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ്. ഓക്കെ, ആൻഡ് ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് ഓൺ എ റിയൽ വെക്റ്റർ സ്പേസ് V ഈസ് എ ഫംഗ്ഷൻ ദാറ്റ് അസോസിയേറ്റ്സ് എ റിയൽ നമ്പർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് രണ്ട് വെക്റ്റേഴ്സ് എടുക്കുന്നു, ആ രണ്ട് വെക്റ്റേഴ്സിനെയും കറസ്പോണ്ട് ചെയ്യുന്ന രീതിയിൽ ഒരു റിയൽ നമ്പർ ഉണ്ട്. ഓക്കെ, with each pair of vectors in V such a way that the following axioms are satisfied for all u, v, w in V and for all scalars k. അപ്പോൾ വേണ്ട കണ്ടീഷൻസ് ഇതൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് വി ക്രോസ് വിയിൽ നിന്ന് ആൾക്കാരെ എടുക്കാന്ന് പറഞ്ഞ അർത്ഥം എന്താ, എങ്ങനെയാണ് എടുക്കണേ, നമ്മൾ വി ക്രോസ് വി എന്നാണ് എടുക്കുക. അതായത് വിയിൽ നിന്നൊരു വെക്ടർ ദാറ്റ് ഈസ് എക്സ് ആണെങ്കിൽ എക്സ്, വീണ്ടും വി എന്നൊരു വെക്ടർ ദാറ്റ് ഈസ് വൈ ആണെങ്കിൽ വൈ. ഇന്നർ പ്രൊഡക്റ്റിൻ്റെ നൊട്ടേഷൻ ഇങ്ങനെയാണ്, നമ്മുടെ ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ എന്നുള്ള ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാണ് ഇന്നർ പ്രൊഡക്റ്റിൻ്റെ നൊട്ടേഷൻ കൊടുക്കുക. അതവിടെ കണ്ടില്ലേ, ഇങ്ങനെ നൊട്ടേഷൻ കൊടുക്കുക. ഇന്നർ പ്രൊഡക്റ്റ് യു വി ഈക്വൽ ടു ഇന്നർ പ്രൊഡക്റ്റ് വി യു എന്ന് വെച്ചാൽ യു വിയും തമ്മിലുള്ള വെക്ടർ തമ്മിൽ ഇന്നർ പ്രൊഡക്റ്റ് എടുക്കുന്നതും സെയിം വിയും യുവും തമ്മിൽ ഇന്നർ പ്രൊഡക്റ്റ് എടുക്കുന്നത് എന്തായിരിക്കും, സെയിം ആയിരിക്കണം. എന്ന് വെച്ചാൽ സിമ്മെട്രി ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയതുകൊണ്ട് വാല്യൂ മാറാൻ പാടില്ല. അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ എന്താ പറയണേ, യു പ്ലസ് വി കോമ ഡബ്ല്യുവിൻ്റെ ഇന്നർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് യു ഡബ്ല്യു പ്ലസ് വി ഡബ്ല്യു ആണ്. എന്ന് വെച്ചാൽ ഇന്നർ പ്രൊഡക്റ്റ് ഫസ്റ്റ് വേരിയബിൾ പ്രകാരം ലീനിയർ ആണ്, അഡിറ്റിവിറ്റി ആക്സിയം. ഓക്കെ, അടുത്ത എന്താ പറഞ്ഞത്, ഇന്നർ പ്രൊഡക്റ്റ് കെ യു വി ഈക്വൽ ടു എന്തായിരിക്കണം, കെ ഇൻറ്റു ഇന്നർ പ്രൊഡക്റ്റ് യു വി ആയിരിക്കണം. ഓക്കെ, അടുത്ത എന്താ പറയുന്നത്, ഇന്നർ പ്രൊഡക്റ്റ് വി വി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. സെയിം വെക്ടറിൻ്റെ ഇന്നർ പ്രൊഡക്റ്റ് എടുത്താൽ എന്തായിരിക്കണം, എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. ഇനി എങ്ങാനും ഇന്നർ പ്രൊഡക്റ്റ് വി വി ഈക്വൽ ടു 0 ആണെങ്കിൽ വി ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ ഇതാണ് 4 കണ്ടീഷൻസ് നമ്മൾ പറയുന്നത്. എ റിയൽ വെക്ടർ സ്പേസ് വിത്ത് ആൻ ഇന്നർ പ്രൊഡക്റ്റ് ഈസ് കോൾഡ് റിയൽ ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ്. അതായത് റിയൽ വെക്ടർ സ്പേസ് വിത്ത് ആൻ ഇന്നർ പ്രൊഡക്റ്റ് ഈസ് കോൾഡ്, അതായത് വെക്ടർ സ്പേസ് ഓവർ റിയൽ നമ്പേഴ്സ് ആണെങ്കിൽ നമ്മളതിനെ എന്ത് വിളിക്കും, റിയൽ വെക്ടർ സ്പേസ് എന്ന് വിളിക്കും അല്ലേ. ആ റിയൽ വെക്ടർ സ്പേസ് വിത്ത് ആൻ ഇന്നർ പ്രൊഡക്റ്റ് ഈസ് കോൾഡ് റിയൽ ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ്. അപ്പോൾ നമ്മൾ ഇന്നർ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ ആളെ ഡിഫൈൻ ചെയ്യുക എവിടെയാണ്, ഒരു വെക്ടർ സ്പേസിനകത്താണ് നമ്മൾ എന്ത് ചെയ്യുക, ഡിഫൈൻ ചെയ്യുക. ഡിഫൈൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ് പ്രത്യേകതയുള്ള രണ്ട് വെക്ടേഴ്സിനെ അസോസിയേറ്റ് ചെയ്തിട്ട് ഒരു റിയൽ നമ്പർ ഡിഫൈൻ ചെയ്യും. അതായത് ഇന്നർ പ്രൊഡക്റ്റ് യു വി സം റിയൽ നമ്പർ ആയിരിക്കും. അതാണ് പറയണത്, രണ്ട് വെക്ടേഴ്സിനെ ഇന്നർ പ്രൊഡക്റ്റ് ഡിഫൈൻ ചെയ്യുക വെച്ചാൽ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് എന്ത് ചെയ്യുക, ഒരു റിയൽ നമ്പർ ഡിഫൈൻ ചെയ്യാമെന്ന് പറയണത്. ഓക്കെ, കണ്ടീഷൻസ് ഒന്നുകൂടി നോക്കുക. ഒന്നെന്ന് പറയുന്നത് ഇന്നർ പ്രൊഡക്റ്റ് യു വി ഈക്വൽ ടു വി യു ആയിരിക്കണം, സിമെട്രി ഉണ്ടാവണം. ഇന്നർ പ്രൊഡക്റ്റ് യു പ്ലസ് വി കോമ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ യു ഡബ്ല്യു പ്ലസ് വി ഡബ്ല്യു ആയിരിക്കണം. കെ യു വി എന്ന് പറഞ്ഞാൽ കെ ഇൻറ്റു ഇന്നർ പ്രൊഡക്റ്റ് യു വി ആയിരിക്കണം.
ഇന്നർ പ്രൊഡക്റ്റ് വി വി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. ഇന്നർ പ്രൊഡക്റ്റ് വി വി എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു 0 ഇംപ്ലൈസ് ബി ഈക്വൽ ടു 0 ആയിരിക്കണം. ഇതൊക്കെയാണ് ഇന്നർ പ്രൊഡക്റ്റ് ആവാനുള്ള റിയൽ വെക്ടർ സ്പേസിൻ്റെ ഇന്നർ പ്രൊഡക്റ്റ് ആവാനുള്ള കണ്ടീഷൻസ്. Since the axioms of real inner product space are based on properties of dot product, these inner product space axioms will be satisfied automatically if we define the inner product of two vectors u and v in Rn such that എങ്ങനെ ഡിഫൈൻ ചെയ്യണം നമ്മൾ inner product u v equal to u dot v. എന്താ u dot v ചെയ്യുക? u dot v എന്ന് പറഞ്ഞാൽ u equal to u1 u2 etc un, v equal to v1 v2 etc vn ആണെങ്കിൽ u dot v എന്ന് പറഞ്ഞാൽ u1 v1 plus u2 v2 plus etc un vn ആണ്. The inner product is commonly called Euclidean inner product or standard inner product on Rn. ഈ inner product ഏത്? u dot v equal to നമ്മൾ inner product u v ഡിഫൈൻ ചെയ്തിരിക്കുന്നത് u dot v എന്ന് പറഞ്ഞിട്ടാണ്, ഈക്വൽ ടു u1 v1 plus u2 v2 etc un vn എന്ന് പറഞ്ഞിട്ടാണ്. ഓക്കെ, ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യം ശ്രദ്ധിക്കുക. എന്താ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ഇന്നർ പ്രൊഡക്റ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യാം. ഇന്നർ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. സത്യത്തിൽ v എന്നൊരു വെക്ടർ സ്പേസ് എടുത്തിട്ടുണ്ട്. v ഈസ് എ വെക്ടർ സ്പേസ് ആണ്. വി ക്രോസ് വിയിൽ നിന്ന് നമ്മളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണു. എവിടേക്കാണ് വി ക്രോസ് വി എന്ന് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണേ? റിയൽ നമ്പേഴ്സിലോട്ട്. എങ്ങനെ ഡിഫൈൻ ചെയ്യുക? ഇന്നർ പ്രൊഡക്റ്റ് യു കോമ വി ഒരു വെക്ടർ എടുത്താൽ അത് എവിടേക്ക് മാപ്പ് ചെയ്യും? ഒരു റിയൽ നമ്പറിലോട്ട് മാപ്പ് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, ദാറ്റ് ഈസ് അസോസിയേറ്റ് ടു എവരി യു കോമ വി ദർ എക്സിസ്റ്റ് എ റിയൽ നമ്പർ. ഈ യു ഇന്നർ പ്രൊഡക്റ്റ് വി എങ്ങനെ ഡിഫൈൻ ചെയ്യണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കും. ഓക്കെ, ജനറൽ ഫോം എന്ന് പറയുന്നത് ഒരു ഏറ്റവും എളുപ്പമുള്ള ഇന്നർ പ്രൊഡക്റ്റ് ആണ്. ദിസ് ഈസ് ഈക്വൽ ടു യു ഡോട്ട് എന്തെടുക്കുക? ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുക. യു ഡോട്ട് പ്രൊഡക്റ്റ് വി എടുക്കുക. അപ്പോൾ യു ഈക്വൽ ടു ഇങ്ങനെയാണ് u1 u2 ഡോട്ട് പ്രൊഡക്റ്റ് v1 v2. ഇങ്ങനെയാണ് വെക്ടർ എന്ന് വെച്ചാൽ ഈ ഡോട്ട് പ്രൊഡക്റ്റ് എന്തായിരിക്കും വരിക? u1 v1 പ്ലസ് u2 v2. ഇതാണ് ഡോട്ട് പ്രൊഡക്റ്റിൻ്റെ ഡെഫിനിഷൻ. ഈ ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾ പറഞ്ഞത് ഒരു ഇന്നർ പ്രൊഡക്റ്റ് ആയിരിക്കും. ഓക്കെ, വേണമെങ്കിൽ നോക്കാം ഈ ഡോട്ട് പ്രൊഡക്റ്റ് എങ്ങനെ ഇന്നർ പ്രൊഡക്റ്റ് ആവുക എന്നുള്ളത്. ഇപ്പോൾ രണ്ട് വെക്ടേഴ്സിൻ്റെ കേസ് നമ്മൾ എടുക്കണം വിചാരിക്കുക. ഫസ്റ്റ് കേസ് എന്താ? ഇന്നർ പ്രൊഡക്റ്റ് യു വി ഈക്വൽ ടു ഡിഫൈൻ ചെയ്തിരിക്കണം എങ്ങനെയാണ്? യു ഡോട്ട് വി. യു ഡോട്ട് വി എന്ന് പറയുന്നതും വി ഡോട്ട് യു എന്ന് പറയുന്നത് തന്നെയാണ്, സെയിം ആണ്. സോ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. രണ്ടാമത്തെ കണ്ടീഷൻ എന്താ? യു പ്ലസ് വി കോമ ഡബ്ല്യു എന്ന് പറഞ്ഞ ഡെഫിനിഷൻ പ്രകാരം എന്താ? യു പ്ലസ് വി ഡോട്ട് ഡബ്ല്യു ആണ്. എന്ന് വെച്ചാൽ എന്താ? ദാറ്റ് ഈസ് ഈക്വൽ ടു യു പ്ലസ് ഡബ്ല്യു പ്ലസ് വി പ്ലസ് ഡബ്ല്യു ആണ്. വി ഡോട്ട് ഡബ്ല്യു ആണെന്ന് വെച്ചാൽ ഇന്നർ പ്രൊഡക്റ്റ് യു ഡബ്ല്യു പ്ലസ് ഇന്നർ പ്രൊഡക്റ്റ് വി ഡബ്ല്യു ആണ്. അടുത്ത കണ്ടീഷൻ എന്താ? ഇന്നർ പ്രൊഡക്റ്റ് കെ യു ഡബ്ല്യു ഈക്വൽ ടു എന്താ വരിക? കെ യു ഡോട്ട് ഡബ്ല്യു ആണ്. എന്ന് വെച്ചാൽ കെ ഇൻറ്റു യു ഡോട്ട് ഡബ്ല്യു ആണ്. എന്ന് വെച്ചാൽ കെ ഇൻറ്റു ഇന്നർ പ്രൊഡക്റ്റ് യു കോമ ഡബ്ല്യു ആണ്. അടുത്ത കണ്ടീഷൻ എന്താ? ഇന്നർ പ്രൊഡക്റ്റ് യു യു ഈക്വൽ ടു എന്താ വരും? ഇന്നർ പ്രൊഡക്റ്റ് യു യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഡോട്ട് യു. സെയിം വെക്ടറുകളുടെ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്താൽ എന്തുണ്ടാവും? ഓട്ടോമാറ്റിക്കലി u1 u2 എന്നാണ്. യു ഈക്വൽ ടു ഇങ്ങനെയാണെങ്കിൽ u1 പ്ലസ് u1i പ്ലസ് u2j ഈ രൂപത്തിലാണെങ്കിൽ, അല്ലെങ്കിൽ ഈ രൂപത്തിൽ u1 u2 ഇങ്ങനെയാണെങ്കിലും എന്താ വരിക? ദിസ് ഈസ് ഈക്വൽ ടു u1 സ്ക്വയർ പ്ലസ് u2 സ്ക്വയർ ആയിരിക്കും. ദിസ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. ഇനി ഇത് ഈക്വൽ ടു 0 ആണെങ്കിലോ യു ഡോട്ട് യു ഈക്വൽ ടു 0 ഇംപ്ലൈസ് എന്താ വരിക? u1 സ്ക്വയർ പ്ലസ് u2 സ്ക്വയർ ഈക്വൽ ടു 0. സ്ക്വയർ സമ്മാവണമെങ്കിൽ u1 ഇംപ്ലൈസ് u2 ആൾസോ ഇംപ്ലൈസ് എവിടേക്കായിരിക്കണം? 0 ആയിരിക്കണം. എന്ന് വെച്ചാൽ u ഈക്വൽ ടു ആരായി? u1 u2 ഈക്വൽ ടു 0 0. ദാറ്റ് ഈസ് ഡോട്ട് പ്രൊഡക്റ്റ് 0 ആണെങ്കിൽ, അല്ലെങ്കിൽ ഇന്നർ പ്രൊഡക്റ്റ് യു യു 0 ആണെങ്കിൽ ആര് 0 ആവും? യു എന്താവും? 0 ആവും. സോ എല്ലാ കണ്ടീഷൻസും ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ഇന്നർ പ്രൊഡക്റ്റ് ആണ്. എന്തൊക്കെയാണ് കണ്ടീഷൻസ് ഉണ്ടായിരുന്നത്? ഫസ്റ്റ് കണ്ടീഷനിൽ യു ഡോട്ട് വിയും വി ഡോട്ട് യു സെയിം ആണ്. യു പ്ലസ് വി ഡബ്ല്യു എന്ന് പറയുന്നത് യു പ്ലസ് വി ഡോട്ട് ഡബ്ല്യു ആണ്. അതെന്ന് പറയുന്നത് സെപ്പറേറ്റ് ഡോട്ട് പ്രൊഡക്റ്റ് എടുത്ത് സം ചെയ്യുന്നതിന് സമമാണ്. അടുത്തെന്താ പറഞ്ഞത്? കെ എടുക്കുമ്പോൾ കെ പുറത്തേക്ക് വരും. അടുത്തതിൽ എന്താ? യു ഡോട്ട് യു എടുക്കുമ്പോൾ നമുക്ക് u1 സ്ക്വയർ പ്ലസ് u2 സ്ക്വയർ വരും. അത് ഗ്രേറ്റർ ഈക്വൽ ടു 0 ആണ്. അടുത്തതിൽ ഈക്വൽ ടു 0 ആണെങ്കിൽ അത് യു എന്തായി മാറും? വെക്ടർ 0 ആയി മാറും. സോ നമുക്ക് അടുത്ത ഡിഫൈൻ ചെയ്യുന്നു. ഇഫ് വി ഈസ് എ റിയൽ ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ്, then the norm of a vector v in V is denoted by norm V and defined by norm V equal to root of V dot V.
അപ്പോൾ നോം എന്ന് പറഞ്ഞ ഒരാൾ ഡിഫൈൻ ചെയ്യുകയാണ്. നോം എന്ന് പറഞ്ഞാൽ ഇതാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. നോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നർ പ്രൊഡക്റ്റ് എന്തായിരിക്കണം, വി ഡോട്ട് വി ആയിരിക്കണം. ഇന്നർ പ്രൊഡക്റ്റ് വി ഡോട്ട് വി എടുത്തിട്ട് എന്ത് ചെയ്യുക, ഇതിൻ്റെ എന്തെടുക്കുക, റൂട്ട് എടുക്കണതിന് നമ്മൾ എന്ത് വിളിക്കുക, നോം എന്ന് വിളിക്കുന്നത്. ഓർ ആൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു വെക്ടേഴ്സ് യു ആൻഡ് വി ഇസ് ഡിനോട്ടഡ് ബൈ ഡിസ്റ്റൻസ് ഓഫ് യു കോമ വി ഈക്വൽ ടു എന്താ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, യു ഡോട്ട് വിയുടെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നോം ഓഫ് യു മൈനസ് വി എന്ന് വെച്ചാൽ റൂട്ട് ഓഫ് യു മൈനസ് വി ഡോട്ട് യു മൈനസ് വി. ഇത് നോമിൻ്റെ ഡെഫിനിഷൻ, ഇത് നോമിൻ്റെ ഹെൽപ്പോട് കൂടി ഉണ്ടാക്കുന്ന ഡിസ്റ്റൻസിൻ്റെ ഡെഫിനിഷൻ. എ വെക്ടർ ഓഫ് നോം 1 ഈസ് കോൾഡ് യൂണിറ്റ് വെക്ടർ. നോം 1 ആയി വെക്ടറിനെ വിളിക്കുന്ന പേരാണ് യൂണിറ്റ് വെക്ടർ. ഓക്കെ.